എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ, പൂനെ. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും, പല വിഷയങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമായി തോന്നാമെങ്കിലും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ചർച്ചകളൊക്കെ പലർക്കും ഉപകാരപ്രദമായി എന്ന് പറഞ്ഞ് തന്നെ അവർ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് അതൊക്കെ കേൾക്കാൻ. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ, ലോകത്തിൽ നോക്കിയാൽ ഭൂരിപക്ഷം തന്നെയാണ്. അത് ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ആ ലോകത്തിലെ കണക്കെടുക്കുന്നില്ല എന്നുള്ളതിനൊരു കാരണമുണ്ട്. ഇന്ത്യൻ സംസ്കാരം, ഇന്ത്യയിൽ ഭാരതീയർ ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന വില, അതൊന്നും ഒരു യൂറോപ്യൻ കൺട്രീസിലോ പാശ്ചാത്യ സംസ്കാരത്തിലൊന്നും കിട്ടില്ല. ബന്ധങ്ങൾക്കും കടമകൾക്കും അങ്ങനെ ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വില കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഭാര്യാഭർത്തൃ ബന്ധത്തിനൊക്കെ വളരെ പ്രാധാന്യം കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇവിടെ ഇപ്പം ഒരുപാട് ഡൈവേഴ്സ് നടക്കുന്നുണ്ട്, വിവാഹമോചനങ്ങൾ. അതെന്തുകൊണ്ട്? ഇപ്പം നമ്മൾ ഇന്ത്യയിലെ കാര്യം ഒന്നും കൂടി ചുരുക്കി നമ്മളെ കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വിവാഹമോചനങ്ങളിൽ ഇപ്പം യുവജനങ്ങളിലാണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർ തമ്മിലുള്ള എന്തോ ഒരു പ്രശ്നം, ഈഗോ പ്രശ്നമാവാം, ഈഗോ ക്ലാഷ് ആവാം, എന്തെങ്കിലും ചെറിയ പ്രശ്നം കൊണ്ടാണ് നടക്കുന്നതെന്ന്. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞവർ, മധ്യവയസ്കർക്ക് അല്ലെങ്കിൽ മധ്യവയസ്സ് കഴിഞ്ഞ ആളുകൾ, അവിടെയാണ് വിവാഹമോചനം ഇപ്പോൾ ഈയിടെയായിട്ട് കൂടുതൽ നടക്കുന്നത്. അത് എന്തുകൊണ്ടാവണം? എത്രയോ വർഷങ്ങൾ ഒന്നിച്ച് ജീവിച്ച്, ഇരു ശരീരങ്ങൾ ഒരു മനസ്സായിട്ട് ജീവിച്ച്, വളരെ സ്നേഹിച്ച് ജീവിച്ചവർ പെട്ടെന്ന് അകന്നു പോകുന്നു. അവർ തമ്മിൽ കുറച്ച് മാനസിക പ്രശ്നങ്ങളുണ്ടാവുന്നു, കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുന്നു. ആ ഒരു യോജിപ്പ്, ഒരു ഒത്തൊരുമ ഇല്ലായ്മയിൽ നിന്ന് അവർ വിട്ടുപോയിട്ട് വിവാഹ മോചനങ്ങളിൽ എത്തിച്ചേരുന്നുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ശാസ്ത്രീയമായി പഠിച്ചപ്പോൾ മനസ്സിലായത്, ഇത് ഒരു പടിവരെ മെനോപോസ് എന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ വില്ലൻ. അപ്പോൾ ആദ്യം നമുക്ക് ഈ എന്തുകൊണ്ട് കാരണം മെനോപോസ് ആവുന്നു എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ്, എന്താണ് മെനോപോസ്, അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യണം, എങ്ങനെ അതിനെ അഭിമുഖീകരിക്കണം എന്നുകൂടി മനസ്സിലാക്കിയിട്ടാൽ നമ്മുടെ പല ദാമ്പത്യങ്ങളും ഇവിടെ രക്ഷപ്പെടും. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് ഈ മെനോപോസ്. മെനോപോസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക്, അല്ലേ, സ്ത്രീകളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്ത്രീകൾ ആദ്യം കൊച്ചു പെൺകുട്ടി ഒരു പ്രായത്തിൽ ഋതുമതിയാവുന്നു. ഋതുമതി ആയ ശേഷം പ്രായപൂർത്തിയാവുന്നു. പ്രായപൂർത്തിയായി കല്യാണം കഴിക്കുന്നു. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നു. ഓക്കെ, കുഞ്ഞിനെ വളരെ വിഷമം സഹിച്ചിട്ട് പ്രസവിച്ച് വളർത്തി, കാരണം 10 മാസം വയറ്റിലാണ്, അല്ലേ, ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ വെക്കുന്നത്, വളർത്തി വലുതാക്കുന്നു. അപ്പോൾ അതിനിടയിൽ ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്മാരുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ എയിം പറഞ്ഞാൽ, നിങ്ങൾ ചിരിക്കില്ലെങ്കിൽ ശരിക്കും എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനസംഖ്യ വർധനവ് തന്നെയാണ്, അല്ലെങ്കിൽ അടുത്ത തലമുറയെ സൃഷ്ടിക്കലാണ്, റീപ്രൊഡക്ഷൻ എന്ന് പറയും. അത് തന്നെയാണ് നമ്മുടെ ശരിക്കും ഈ വിവാഹത്തിൻ്റെ ഒക്കെ അടിസ്ഥാനം. നമ്മുടെ വംശം നിന്ന് പോകാതിരിക്കാൻ, നമ്മൾ തലമുറകൾ മുന്നോട്ട് വരാനാണ് നമ്മൾ ഈ വിവാഹം കഴിക്കുന്നതും അതിലൊക്കെ ഈ കുഞ്ഞുങ്ങളുണ്ടാവുന്നതും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുണ്ടാവണമെങ്കിൽ ഓരോ മാസവും ഒരു സ്ത്രീ ഒരുപാട് വിഷമങ്ങൾ സഹിക്കുന്നുണ്ട്. അവരുടെ മാസമുറ എന്ന് പറയും. ഒരു മാസത്തിൽ 28 ദിവസത്തിലുണ്ടാകുന്ന ഒരു ചക്രത്തിലുണ്ടാകുന്ന അവർക്ക് ഒരു പ്രത്യേക കാര്യമാണ്, സ്ത്രീകൾക്ക് മാത്രം ഉണ്ടാകുന്ന കാര്യമാണ് ഈ മാസമുറ അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ എല്ലാ മാസവും ഉണ്ടാവുകയും പുരുഷൻ്റെ ബീജത്തോടൊപ്പം ചേരാൻ പാകമായ അണ്ടങ്ങൾ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അണ്ടവും ബീജവും ചേർന്നിട്ട് ഒരു കുഞ്ഞുണ്ടാവുകയും ചെയ്യുന്നത്.
അതാണ് പെണ്ണ്, അതൊക്കെ കുറച്ച് ശാസ്ത്രീയ വശം മുന്നോട്ട് നമുക്ക് എത്ര നോക്കേണ്ട ആവശ്യമില്ല ഉണ്ടാവുന്നത്. അപ്പോൾ അതിനു വേണ്ടി തയ്യാറെടുക്കാനാണ് ഓരോ മാസവും അണ്ടത്തെ ഉൽപ്പാദിപ്പിക്കുന്നൊരു പ്രക്രിയ സ്ത്രീയുടെ ശരീരത്തിൽ വയറ്റിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം കുറേ രക്തസ്രാവം ഒക്കെ ഉണ്ടാവും, ഒരുപാട് രക്തം നഷ്ടപ്പെടും. പലർക്കും പലർക്കുമല്ല, ഭൂരിപക്ഷ സ്ത്രീകൾക്കും കഠിനമായ വേദനയായിരിക്കും. ആ ഒരാഴ്ച കാലം അല്ലെങ്കിൽ 8 ദിവസം കഠിനമായ വയറുവേദന, അല്ലെങ്കിൽ മെൻസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വേദന തുടങ്ങും. ഒരുപാട് അനുഭവിച്ചിട്ട് പെയിൻ കില്ലർ പോലും കഴിക്കാൻ പാടില്ലാത്തൊരവസ്ഥയാണ്. അത്രയും പിച്ച് ചീന്തുന്ന വേദന സഹിച്ച് ഒരു സ്ത്രീ ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അമ്മയാവുക എന്ന് പറഞ്ഞ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്തരമായ കാര്യമാണ്. ജന്മത്തിൻ്റെ എന്താ പറയുക, നമ്മളൊരു ഫുൾഫിൽ ആവുക എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു കാമന, നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ ജീവിതോദ്ദേശം സാക്ഷാത്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ അമ്മയായിട്ടാണ്, അല്ല അമ്മയാവുക എന്നാണ്. അത് വേണ്ട രീതിയിൽ, മോശമായ രീതിയിലൊക്കെ ആകുമ്പോൾ അതിനാ ഒരു അത്ര പ്രത്യേകത വരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഭാരതീയ ചിന്താഗതി അങ്ങനെയാണ്. അതുപോലെ പലപ്പോഴും ഈ മെൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഈ മെൻസ്ട്രുവേഷൻ, ഈ സർക്കിള് 28 ദിവസ സർക്കിള്, ചിലപ്പോൾ അത് കൂടുതലും കുറവൊക്കെ ആയിട്ട് പലർക്കും വ്യത്യാസമായിട്ട് വരാം. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മുറ തെറ്റിയിട്ട് ഒരു സമയനിഷ്ഠയില്ലാതെ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സമയത്തിൻ്റെ ഒരു പ്രക്രിയ മാസത്തിലൊരിക്കലാണ് നടക്കുന്നതെങ്കിലും അത് ക്രമം തെറ്റി വരുന്നൊരവസ്ഥ, അവിടുന്ന് വരെ നമുക്ക് പ്രശ്നങ്ങളാണ്. ഹിന്ദു വിശ്വാസപ്രകാരം അധികം ഇതുപോലെ ആർത്തവം ഉള്ളൊരു സ്ത്രീ അല്ലെങ്കിൽ ആർത്തവകാലത്ത് ഒരിക്കലും ക്ഷേത്രങ്ങളിൽ പങ്കെടുക്കില്ല. അതുപോലെ പൂജാകർമ്മങ്ങളിൽ, പ്രധാന കർമ്മങ്ങളിലൊന്നും പങ്കെടുക്കാൻ അവർക്ക് പറ്റില്ല. അങ്ങനെ അതിനെ ഒരു പ്രത്യേക രീതിയിൽ കണ്ടുവരുന്ന ഇപ്പോഴത്തെ തലമുറ അതൊക്കെ മാറി. ഞങ്ങളുടെ ആ കാലത്തെ കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പോഴും പലവരും അനുഷ്ഠിച്ചു വരുന്നു. അങ്ങനെ വെക്കുന്ന അത്ര വേദന സഹിച്ച് ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഷ്ടപ്പെടുന്ന ഈ സ്ത്രീക്ക് ഒരു ദിവസം അറിയാതെ ഈ ഒരു മെൻസ്ട്രുവേഷൻ എന്ന പരിപാടി നിന്നുപോകും. ചിലപ്പോൾ അങ്ങനെ 2 മാസം കൂടുമ്പോൾ, 3 മാസം കൂടുമ്പോൾ ഒരിക്കലുണ്ടാവും, അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോഴാവാം. ചിലപ്പോൾ മാസത്തിൽ തന്നെ 2 പ്രാവശ്യം ഉണ്ടായിന്ന് വരും. അങ്ങനെയുള്ള പല വ്യത്യസ്തമായ രീതിയിൽ വരുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അങ്ങനെ പോയി ഒരു ദിവസം അവർക്കൊരു ആർത്തവ വിരാമം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ മെൻസസ് എന്നൊരു പ്രത്യേകത, ആർത്തവം എന്നത് അവൾക്ക് നിന്നു പോകുന്ന അവസ്ഥ, മേലിൽ വരാത്തൊരു രീതിയിലേക്ക് അവൾ മാറും. ഈ ഒരു അവസ്ഥയിൽ സ്ത്രീ അവരുടെ ആ സ്വഭാവത്തിന് വ്യത്യസ്തമായിട്ട് വല്ല പെരുമാറ്റങ്ങളൊക്കെ കാണിക്കും. കാരണം സ്ത്രീകളിൽ ആ ഒരു ഹോർമോൺ ഉത്പാദനം ഗണ്യമായിട്ട് കുറയും. അതുപോലെ ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നതുകൊണ്ടാണ് ഈ ഒരു ശാരീരിക മാറ്റം, ഹോർമോൺ വ്യത്യാസം ഉണ്ടാകുന്നത്. ഈസ്ട്രജൻ അവർക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ക്രമരഹിതമായ ആർത്തവം, ക്രമം തെറ്റി വരുന്ന ആർത്തവം, പെട്ടെന്നൊരു ആകെ ചൂടെടുക്കുക, അതിനെന്താ പറയുക, ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയും. ഹോട്ട് ഫ്ലാഷുകൾ ഉണ്ടാവുക, രാത്രി ഉറങ്ങുമ്പോൾ വേർത്ത് വിളിച്ച് ആകെ ഒരു സഹിക്കാൻ പറ്റാത്ത അത്രയും ഉഷ്ണം. എല്ലാവർക്കും നടക്കുന്നുണ്ടെങ്കിലും അവർക്ക് ആ ഒരു പ്രത്യേക അവസ്ഥയിൽ ശരീരം ഭയങ്കര ചുട്ടുപൊള്ളുന്നത് തോന്നും. പിന്നെ രാത്രിയൊക്കെ ഈ വേർപ്പ് അത് അവരുടെ ഉറക്കത്തിനൊക്കെ ബാധിക്കും, ഉറക്കമില്ലായ്മ. അതുപോലെ മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ, ഇതൊക്കെ പ്രധാന ലക്ഷണങ്ങളാണ്. അന്നേരം നോക്കുമ്പോൾ അവരുടെ മാനസിക ശാരീരിക അവസ്ഥയിൽ വളരെ വ്യത്യാസം, ചിന്തിക്കുന്നതിൽ. അതിൽ ഒന്നും കൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ആർത്തവ വിരാമം അല്ലെങ്കിൽ മെനോപോസ്
പലതരത്തിൽ അതിനെ ബാധിക്കും. ഇപ്പം ശാരീരികമായിട്ട് പറഞ്ഞാൽ പല ലക്ഷണങ്ങൾ, ആർത്തവം എന്നൊരു ഒരു പ്രക്രിയ സ്ത്രീകൾക്ക് മാത്രമുള്ളതായിട്ടുള്ളൊരു പ്രക്രിയ ക്രമരഹിതമാവുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിൽക്കുകയോ ചെയ്യാം. പിന്നെ മുഖത്തിലും കഴുത്തിലും നെഞ്ചിലൊക്കെ ഭയങ്കര ഉഷ്ണം, ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയും, ഹോട്ട് ഫ്ലാഷസ് ഉണ്ടാവുക. ഉറക്കത്തിൽ വേർക്കുക, എത്ര തണുപ്പ് കാലാവസ്ഥയിലും ശരീരം ചുട്ടുപൊള്ളുന്നു തോന്നുക. ഈ ഉറക്കത്തിൽ വേർക്കുന്നതിന് പറയാം, ഡോക്ടർമാർ പറയുന്ന നൈറ്റ് സ്വെറ്റ്സ് എന്നൊക്കെ പറയും. നൈറ്റ് സ്വെറ്റ്സ് രാത്രിയാണ് പ്രത്യേകിച്ചും അവർക്ക്. അതുപോലെ തന്നെ അവരുടെ ഇൻ്റേണൽ പാർട്സിലൊക്കെ, യോനി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഒരു വരൾച്ച തോന്നും, ഡീഹൈഡ്രേഷൻ അനുഭവപ്പെടും. പിന്നെ മൂത്രാശയ രോഗങ്ങളുണ്ടാവാം, അണുബാധ ഉണ്ടാവാം, ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ഒരവസ്ഥ. അപ്പം അതൊന്നും അവർക്കത് സഹിക്കാൻ പറ്റാത്തൊരു ഇതിലേക്ക് മാറും. പിന്നെ ഒരു സ്ത്രീ എപ്പോഴും ചിന്തിക്കുന്നത്, അവളുടെ ഒരു സ്ത്രീത്വം എന്ന് പറയുന്നത് ഈ ആർത്തവമാണ്. ആർത്തവം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏത് നിമിഷം എപ്പോഴും അവൾ ഗർഭിണിയാവാനുള്ള സാധ്യത, അപ്പോൾ അമ്മയാവാനുള്ളൊരു സ്ത്രീയാണ് അവൾ. അത് പെട്ടെന്ന് ഈ മനസ്സിൽ നിന്നു പോകുമ്പോൾ, ആർത്തവം നിന്നു പോകുമ്പോൾ, ആർത്തവ വിരാമം ഉണ്ടാകുമ്പോൾ മാനസികമായിട്ട് തന്നെ അവൾ ഭയങ്കര തകർന്നു പോകും. അപ്പം ഒരു സ്ത്രീ ചിന്തിക്കുന്നത്, ഇങ്ങനൊരു അവസ്ഥയില്ലെങ്കിൽ ഞാൻ പൂർണ്ണമായൊരു സ്ത്രീ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. അപ്പം എന്ത് പറ്റി, ഈ ഒരു മാനസികാവസ്ഥയിൽ ശരീരവും ഇതുപോലെ അവരുടെ ലൈംഗിക അവയവങ്ങളൊക്കെ ഡ്രൈ ആയൊക്കെ വരുമ്പോൾ ഒരു ശാരീരിക ബന്ധം പോലും അവർ ഇഷ്ടപ്പെടില്ല, അതിനൊരു വെറുപ്പായിട്ട് കാണും, വളരെ ഒരു പ്രയാസമായിട്ട് അവർക്ക് അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ പാർട്ട്ണർക്ക് അത് മനസ്സിലായില്ല എന്ന് വരാം. അവർ വേണ്ട പോലെ മനസ്സിലാക്കിയില്ലെങ്കിൽ അവിടെ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ വരും. അവർക്ക് ദേഷ്യം വരും, സങ്കടം വരും. അതുപോലെ ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയും അതിനെ, മൂഡ് സ്വിങ്സ്. ഈ അവരുടെ മൂഡുകൾ, അവരുടെ എന്താ പറയുക, ചിന്താഗതികൾ, അത് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും ഇമ്മീഡിയറ്റ്. ഇപ്പം നല്ല സന്തോഷത്തിരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് കരയണം തോന്നും, സങ്കടം വരും, ദേഷ്യം വരും. പിന്നെ ഒരു വല്ലാത്ത ഉത്കണ്ഠയാണ്, ആങ്സൈറ്റി, വിഷാദം. എപ്പോഴും ഒരു പോസിറ്റീവ് ചിന്തിക്കലോടെ നെഗറ്റീവ് ചിന്തിക്കുകയും വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. പിന്നെ ഒരു കാര്യത്തിൽ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ, കോൺസെൻട്രേഷൻ ഒന്നിലുണ്ടാകാത്ത ഒരവസ്ഥ. നമ്മളെ മനസ്സിനെ കൃത്യമായിട്ടൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിയന്ത്രിക്കാൻ അവർക്ക് പറ്റുന്നില്ല, പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അതിന് പൊതുവെ നമ്മൾ വൈദ്യശാസ്ത്രത്തിൽ പറയാറ് ബ്രെയിൻ ഫോഗ് എന്നാണ്. ഫോഗ് അറിയില്ലേ? ഫോഗ് മഞ്ഞല്ല, മഞ്ഞാകുമ്പോൾ വെള്ളമായിട്ട് വീഴും. അതല്ലാതെ ഒരു പുക പോലെ, നനവുള്ള ഒരു പുക പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് സംഭവം. മഴ പെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഹില്ല് ഏറിയൊക്കെ, വയനാട് പോലത്തെ, മുന്നാർ പോലത്തെ സ്ഥലത്തൊക്കെ ഈ ഒരു ഫോഗ് ഇഷ്ടംപോലെ നമുക്ക് കാണാൻ പറ്റും. അതിങ്ങനെ അന്തരീക്ഷം നിറഞ്ഞിരിക്കും. നമ്മൾ വാഹനങ്ങളിൽ പോവുകയാണെങ്കിൽ വ്യക്തമായിട്ട് മുന്നോട്ട് കാണാൻ പറ്റില്ല, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. ഒരു മൂടൽ മഞ്ഞെന്ന് പറയുന്നത് ഒരു മൂടിയ രീതിയിൽ. അതുകൊണ്ടാണ് വൈദ്യശാസ്ത്രത്തിൽ അതിന് പറയുന്നത് ബ്രെയിൻ ഫോഗ്. ഈ ഫോഗ് നമ്മളെ ബ്രെയിനിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളിലേക്ക് ഒരു സ്പഷ്ടത വരാതെ നിൽക്കും. അതുപോലെ തന്നെ അമിതമായിട്ടുള്ളൊരു ക്ഷീണം അനുഭവപ്പെടും, ഭയങ്കര ക്ഷീണം. സ്ത്രീകൾക്കാണെങ്കിൽ മുടി കൊഴിച്ചിൽ, പിന്നെ ജോയിൻറ്റ് പെയിൻ, സന്ധിവേദന ഉണ്ടാവാം, ശരീരഭാരം വർദ്ധിക്കുക, വെയിറ്റ് ഗെയിനിങ് ഒക്കെ ഉണ്ടാകുന്നൊരവസ്ഥ, വല്ലാതെ വെയിറ്റ് കൂടുക. അപ്പോൾ വെയിറ്റ് കൂടുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളിൽ അതൊരു ഉത്കണ്ഠ ഉണ്ടാക്കും എപ്പോഴും. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ ഈ സ്ത്രീയുടെ ഇങ്ങനെയൊരു മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം എന്നൊരു സംഭവം അവരിലുണ്ടാകാൻ പോവുകയാണ്.
അതിൻ്റേതായിട്ടുള്ള മാനസിക ശാരീരിക പ്രശ്നങ്ങളാണ് അവരെ അലട്ടുന്നത്. ഇമോഷണൽ ആയിരിക്കും എപ്പോഴും, അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ വികാരങ്ങളൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ, ഒരു പിടിവിട്ടുപോയ അവസ്ഥ. ഇന്നലെ വരെ ശാന്തയായി നിങ്ങളോടൊക്കെ സംസാരിച്ച് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീയുടെ മനം മാറ്റം പെട്ടെന്ന് നിങ്ങളെ അമ്പരിപ്പിച്ചേക്കാം. ഭർത്താവിൻ്റെ ആയിട്ട് ആംഗിളോട് നോക്കുമ്പോൾ നമ്മൾ എടുത്തു പോകുന്നതും തൊടുന്നതും സംസാരിക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമ്മളൊരു ഭർത്താവിനെ ഒരു ആട്ടിയകറ്റുന്ന പോലെ, ദൂരെ നിർത്തുന്ന പോലെ. പിന്നെ ഒരു വൈകാരികത അവിടെ ഇല്ല, വികാരം, പ്രണയം, അതിനൊന്നും അവിടെ അർത്ഥമില്ലായ്മ. അപ്പം ആകെ ഒരു മടുപ്പിൻ്റെ അവസ്ഥയിലായിരിക്കും ആ സ്ത്രീ. ആ അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് ഡോക്ടർമാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ഷീണത്തിനുള്ള ഗുളികയോ മരുന്ന് വൈറ്റമിനൊക്കെ കൊടുത്ത് അവർ നിർത്താമെന്ന് മാത്രം. പക്ഷെ അപ്പോൾ ഒരേ ഒരു മരുന്നാണ്, സ്വന്തം ഭർത്താവ് അവരുടെ മാനസിക ശാരീരിക അവസ്ഥ കണ്ടറിഞ്ഞിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ നമ്മളെപ്പോഴും അവർ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലുള്ള കാര്യങ്ങളാണ് അല്ലേ. ഒരുപക്ഷെ എനിക്ക് നല്ല മുടിയുണ്ടായിരുന്നിരിക്കണം ചെറുപ്പത്തിൽ, യൗവനത്തിൽ. പിന്നെ മെല്ലെ മെല്ലെ മധ്യവയസ്ക് കഴിഞ്ഞു വൃദ്ധാവസ്ഥയിലേക്ക് പോകുമ്പം മുടിയൊക്കെ കൊഴിഞ്ഞു പോയിന്ന് വരാം, ഗ്ലാമർ കുറഞ്ഞെന്ന് വരാം. അപ്പോൾ അതൊക്കെ മനുഷ്യന് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അത് പ്രശ്നം ആക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ദൈവമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളാണ്. അങ്ങനെ പറഞ്ഞൊക്കെ മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കുകയും ആ ഭർത്താക്കന്മാരുടെ ഒരു കരുതൽ അവരിലുണ്ട് എന്നൊരു തോന്നൽ അവർക്ക് സൃഷ്ടിക്കുകയും ചെയ്താൽ തീർച്ചയായും അവരെ ആ നല്ലൊരു മാറ്റത്തിന് ഇടയാക്കാം, തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. ആത്മവിശ്വാസം നമുക്ക് അവർക്ക് നൽകാനാവും, അവരെ നമ്മോട് ചേർക്കാനാവും. അപ്പം അതുകൊണ്ട് ഇന്ന് ഇതിൻ്റെ പേരിൽ ഇങ്ങനെ വിചിത്രമായ പെരുമാറ്റങ്ങൾ പെട്ടെന്ന് വരുമ്പോൾ ആകെ അന്തം വിട്ടു പോകുന്ന ഭർത്താവിനെ ഇതിനെപ്പറ്റി അറിയില്ല. പിന്നെ വഴക്കായി അവിടെ ഒരു പ്രത്യേക അവസ്ഥയിലാണ്, നമ്മൾ അറിയില്ല. മാനസിക പ്രശ്നമാണോ നമ്മൾ കരുതും, മെൻ്റൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലേ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പിന്നെ ഭർത്താവിനെയൊക്കെ ഇൻസൾട്ട് ചെയ്യുന്നവർക്ക് സംസാരിക്കുക. ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഇല്ലാതെ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ, മ്യൂച്വലായിട്ടൊരു ലവ് ഇല്ലാതെ സംസാരിക്കുമ്പോൾ പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ ഒക്കെ ആയിട്ട് ഒരു കാലത്ത് വിരസ നടന്നിരുന്ന ഭർത്താവിന് സാധിക്കില്ല. അപ്പോൾ അയാൾ അവരെ ആ വയസ്സിൽ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് പല വിവാഹമോചനങ്ങളും നടക്കുന്നത്. എങ്കിൽ ഈ ഭർത്താവ് കുറച്ച് മനസ്സിലാക്കിയിട്ട് അവൾ ഇങ്ങനെ ജകളി വഴക്കുണ്ടാക്കാനൊക്കെ ശ്രമിച്ചാൽ അതിലൂടെ നയപരമായിട്ട് കൈകാര്യം ചെയ്യും, നല്ലൊരു വഴിക്ക് അവളെ ഭാര്യയെ നയിക്കാൻ സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു ഉത്തമനായ ഭർത്താവിന്, ക്ഷമാശീലനായ ഭർത്താവിന്, ഒരു ഒരു പക്വമതിയായ ഭർത്താവിന്, അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഭർത്താവിന് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. തീർച്ചയായും അവർ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ നമ്മുടെ കുറച്ച് സഹനത അല്ലേ, സഹിക്കാൻ നമ്മൾ തയ്യാറാവണം, ക്ഷമിക്കാൻ തയ്യാറാവണം, മനസ്സിലാക്കാൻ തയ്യാറാവണം. ഇത്രയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിതൊരു പ്രശ്നമാവില്ല. ആ കുറച്ച് കാലത്തിന് ശേഷം അത് പൂർണ്ണമായിട്ട് അർത്ഥം പൂർണ്ണമായി നിലച്ച ശേഷം തിരിച്ചവരെ മെല്ലെ മെല്ലെ ആ സ്വഭാവത്തിലേക്ക് വരും. അപ്പോൾ അന്നും നിങ്ങളവിടെ നല്ല ഭർത്താവായി കാത്തിരിക്കണം, അവരെ കൈപിടിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. സാധ്യമാണോ? അത് ചെയ്താൽ ഈ അർത്ഥവിരാമവും വേദനകളും പ്രശ്നങ്ങളും മാനസിക ശാരീരിക പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മുടെ ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തെ സ്പർശിക്കാതെ മുന്നോട്ട് പോകും. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ആ അവസ്ഥയിൽ മാക്സിമം അവർക്ക് ആത്മവിശ്വാസം നൽകി അവരെ നല്ല ബൂസ്റ്റപ്പ് ചെയ്തിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു സുന്ദരമായ ജീവിതം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അത് വിവാഹമോചനമല്ല, ഒരു പുനർവിവാഹം പോലെ, ഒരു രണ്ടാമത് ജന്മം കിട്ടിയ പോലെ അവരെ കൂട്ടിനൊക്കെ നമുക്ക് ജീവിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
സൈനിങ് ഓഫ് സുരേഷ് പുന്നൂർ, പൂനെ.